എത്ര നേരമായി ബെല്ലടിക്കുന്നു? ഇതെന്ത് ഉറക്കമായി ഉറങ്ങുന്നത് നീ? നോക്ക്, മനുഷ്യൻ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എഴുന്നേക്കണം. അതാണ് ആരോഗ്യത്തിന് നല്ലത്. രാവിലെ എഴുന്നേറ്റ് യോഗാഭ്യാസമൊക്കെ ചെയ്ത് ജോഗിങ്ങിനൊക്കെ പോയിട്ട് വന്നാൽ എന്ത് ഉന്മേഷമായിരിക്കുന്നറിയോ? എന്നെ നോക്ക്, ഇത്ര വയസ്സുണ്ടെങ്കിലും കണ്ടാ പറയോ? ഞാൻ രാവിലെ ജോഗിങ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള ചെറിയ പിള്ളേരൊക്കെ എന്താ പറയുന്നതെന്നറിയോ? സാർ, നിങ്ങൾക്ക് ഇപ്പോഴും ആ റേസ് കോഴ്സിനെ പോലുള്ള ശക്തി ഇതുവരെ കുറഞ്ഞിട്ടില്ലെന്ന്. റേസ് കോഴ്സ് ഫോഴ്സ് എന്നെ കണ്ടിട്ട് അസൂയപ്പെട്ടിട്ട് വല്ല പ്രയോജനമുണ്ടോ സോഫി? എന്റെ ബോഡി പവർ കണ്ടിട്ട് ഈ കോളനിയിലുള്ള ചെറുപ്പക്കാര് പിള്ളേരൊക്കെ ഉണ്ടല്ലോ, എന്റെ ബോഡി കണ്ടിട്ട് മയങ്ങി പോവുകയാണെന്നേ. പറയുന്ന കേട്ടില്ലേ, പവർ ഫെയിലിയർ ആണെന്ന് എനിക്കല്ലേ അറിയോ. ഇതിനൊന്നും ഒരു കുറവില്ല. എന്റെ പരമാത്മാവേ, അടുത്ത ജന്മത്തിൽ ഇതേപോലെ പവർമാൻ ശേഷാദ്രിയായി എന്നെ ജനിപ്പിക്കണമേ. പോയിക്കളഞ്ഞോ? ഇവളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നോ പ്രോബ്ലം. ഇന്നലെ രാത്രി പെട്ടെന്ന് ഉറങ്ങിപ്പോയത് എനിക്കേ ഓർമ്മയില്ല. നല്ല ഡീപ്പ് സ്ലീപ്പായിരുന്നു. ഇന്നലെ നീ പറഞ്ഞില്ലായിരുന്നു കുറേ സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് വരാൻ? അത് ഞാൻ മറന്നുപോയി. സോഫി, നിന്റെ മുഖത്ത് നല്ല ദേഷ്യം തോന്നുന്നുണ്ടല്ലോ. എനിക്കതിൻ്റെ കാര്യം എന്താണെന്നറിയാം. നീ ആവശ്യമില്ലാണ്ട് ദേഷ്യപ്പെടണ്ട. ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നിന്റെ ആരോഗ്യമല്ല എൻ്റെ ആരോഗ്യം. അതായത് എൻ്റെ ആരോഗ്യത്തെപ്പറ്റി നീ ഒട്ടും വേവലാതിപ്പെടേണ്ട കാര്യമില്ല. എൻ്റെ ഈ ഡൈനാമിക് പവർ കാണുമ്പോൾ നിനക്ക് കുറച്ച് അസൂയ തോന്നുന്നുണ്ടല്ലേ? വരട്ടെ, ഞാൻ വൈകുന്നേരം നേരത്തെ വന്നിട്ട് ഷോപ്പിങ്ങിന് പോവാം. ഓക്കെ? ആ, ഹലോ, ഹായ് അജയ്. ഹലോ സോഫി. ആ കിളവൻ പോയോ? എന്താന്ന് വെച്ചാലേ, ബോസിന്റെ ഭാര്യയെടുത്ത് ഫോണിൽ കൂടി റൊമാൻസ് ചെയ്യുമ്പോ ആ കിളവൻ കണ്ടോണ്ടിരിക്കാൻ പാടില്ലല്ലോ. ഞാനാണ് ഈ ലോകത്തിലെ ഹെർക്കുലീസ്, ഞാനാണ് ധാരാസിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴാ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. സോഫി, സത്യം പറയുകയാണെങ്കിൽ നീ ഇല്ലാണ്ട് ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എനിക്ക് മാത്രം? കണ്ണടച്ച് തുറന്ന നിന്റെ രൂപം മാത്രമാണ് കാണുന്നത്. ശ്വസിക്കുന്ന കാറ്റിൽ നിന്റെ ഗന്ധമാണ് അനുഭവപ്പെടുന്നത്. ആ കിളവൻ ഇവിടെ ഇരിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ആത്മപ്രശംസയെന്ന് വെച്ചാ ആ കിഴവന് ഭയങ്കര ഇഷ്ടമല്ലേ? അത് പറയാതെ അയാൾക്ക് ജീവിക്കാൻ പറ്റില്ല. ഭയങ്കര പൊങ്ങച്ചാ. ആ, അതിരിക്കട്ടെ. എവിടെ ടൂറ് പോകുന്നു പറഞ്ഞായിരുന്നല്ലോ. എനിക്കെന്തറിയാം അയാള് പറയുന്നതിൽ എത്ര നുണയാണ് എത്ര സത്യമാണെന്ന്. സത്യമാണോ? ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് അറിയണ്ടേ? എന്താ അത്? സോറി, അത് നേരിൽ വന്നാലേ നിങ്ങൾക്ക് അറിയാൻ പറ്റൂ. ആ സർപ്രൈസ് നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കും. ഓക്കെ? ഓക്കെ, നേരിൽ വരാം. ഓക്കെ ഡാർലിംഗ്. എന്തോ തരൂന്ന് പറഞ്ഞല്ലോ. എന്താ അത്? നോക്കൂ, നിങ്ങളുടെ അവകാശി എന്റെ വയറ്റിൽ വളരുന്നുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. തമാശ പറയല്ലേ സോഫി? തമാശയല്ല, സത്യം. ഈ ഒരു വിശേഷ ദിവസത്തിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും നാള് കാത്തിരുന്നത്. അതിനെന്താ? ഇനി എനിക്കിങ്ങനെ ജീവിക്കാൻ പറ്റില്ല. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. സോഫി, ഞാൻ എന്താ ആലോചിക്കുന്നത്? എന്നെ കല്യാണം കഴിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ഒറ്റയ്ക്കായിട്ട് പോലും എന്നെ കൊണ്ട് പറ്റുന്നില്ല. പെട്ടെന്ന് കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് അതിന് കഴിയുമെന്ന് തോന്നുന്നില്ല. അതിനെന്നെ സംശയിക്കുന്നേ? ശേഷാദ്രിയുടെ അടുത്ത് ധാരാളം സ്വത്തുണ്ടല്ലോ. അയാള് ജീവനോടിരിക്കുമ്പോൾ എനിക്ക് നിന്നെ എങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റും? ആ തടസ്സം നമ്മൾ ഒഴിവാക്കിയാൽ? സോഫി, അതെ. ശേഷാദ്രി ഇന്ന് കോൺഫറൻസിന് വേണ്ടി നന്ദി ഗസ്റ്റ് ഹൗസ് വരെ പോകുന്നുണ്ട്. കൂടെ ആരും ഉണ്ടാവില്ല. അവിടെ വെച്ച് നിങ്ങൾക്ക് അവന്റെ കഥ കഴിക്കാം. നിങ്ങളത് ചെയ്യുന്നു. എന്ത് ചെയ്യാനാ സോഫി? ഞാൻ എത്ര ശ്രമിച്ചു നോക്കിയെന്നറിയോ? പക്ഷേ കോൺഫറൻസ് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓൾ ഇന്ത്യ കോൺഫറൻസ് ആണിത്. അപ്പൊ ഞാൻ എങ്ങനെ പോയാലും ഒരു കുഴപ്പമില്ലല്ലേ?
നീ ഒറ്റയ്ക്ക് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നീയും കൂടെ വാ. നിന്റെ ഒപ്പം അജയും ഉണ്ടാവും. എന്തു പറയുന്നു? ആ,